അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 13 ബുധനാഴ്ച. സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും സ്ഥിരം വൈസ് ചാൻസലർമാരെ കണ്ടെത്തുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപവൽക്കരിക്കും. സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ പേരുകൾ കൈമാറാൻ കേരള സർക്കാരിനോടും ചാൻസലറായ ഗവർണറോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. UGC ചട്ടങ്ങൾ പ്രകാരം താനാണ് സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കേണ്ടതെന്നായിരുന്നു ഗവർണറുടെ വാദം. എന്നാൽ സർവകലാശാല ആക്ട് പ്രകാരം തങ്ങളാണ് സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കേണ്ടത് എന്ന നിലപാട് കേരളവും സ്വീകരിച്ചു. ഇതിൽ തർക്കം തുടരുന്ന സാഹചര്യത്തിലാണ് സെർച്ച് കമ്മിറ്റി രൂപവൽക്കരണം ഏറ്റെടുക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചത്. പ്രശ്നം പരിഹരിക്കാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുകയാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. VC നിയമനത്തിൽ സർക്കാരും ഗവർണറും യോജിപ്പിലെത്താത്ത സാഹചര്യത്തിലാണ് കോടതിയുടെ അസാധാരണ നടപടി. വ്യാഴാഴ്ച കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ CPM നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. BJP പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ചതോടെ സംഘർഷാവസ്ഥ ഉണ്ടായി. തുടർന്ന് പോലീസ് 2 തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. വോട്ടിന് സുരേഷ് ഗോപി ജയിച്ചതിന്റെ ചൊരുക്കും കലിപ്പും ഇപ്പോഴും തീർന്നിട്ടില്ലെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. സുരേഷ് ഗോപി പണിയെടുത്താണ് ജയിച്ചതെന്നും 5 കൊല്ലം മുൻപ് തോറ്റുപോയ സുരേഷ് ഗോപി ഇവിടെ തന്നെ നിന്ന് പ്രവർത്തിച്ചുവെന്നും 2029-ലും 2034-ലും സുരേഷ് ഗോപി തന്നെ ജയിക്കുമെന്നും കുറുനരികൾ കുരച്ചുകൊണ്ടിരുന്നാലും ഗജവീരൻ നെറ്റിപ്പട്ടം കെട്ടി തന്നെ നിൽക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തൃശൂരിലെത്തിയ സുരേഷ് ഗോപിയെ മുദ്രാവാക്യം വിളികളോടെ BJP പ്രവർത്തകർ സ്വീകരിച്ചു. വലിയ പോലീസ് സുരക്ഷയോടെയാണ് അദ്ദേഹം റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് എത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ അദ്ദേഹം പോയത് ഇന്നലെ രാത്രി CPM ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ പരിക്കേറ്റ BJP പ്രവർത്തകരെ കാണാനാണ്. അശ്വിനി ആശുപത്രിയിലാണ് BJP പ്രവർത്തകർ ചികിത്സയിൽ കഴിയുന്നത്. മാധ്യമപ്രവർത്തകരുടെ നിരന്തര ചോദ്യങ്ങൾക്കൊടുവിൽ ഇത്രത്തോളം സഹായിച്ചതിന് നന്ദിയെന്ന് മാത്രം സുരേഷ് ഗോപി പ്രതികരിച്ചു. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ നടക്കുന്ന ആരോപണങ്ങൾക്കെതിരെ BJP ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുകയാണ്. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങളോട് പ്രതികരിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 10 കൊല്ലം ജനങ്ങളെ ദ്രോഹിച്ച സർക്കാർ ശ്രദ്ധ തിരിക്കാൻ ശ്രമം നടത്തുന്നുവെന്നും ഇപ്പോൾ നടക്കുന്നത് ജനങ്ങളെ പറ്റിക്കാനുള്ള നാടകമെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. പരാതികളുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെയോ കോടതിയെയോ സമീപിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ വീണ്ടും ആരോപണവുമായി AICC അംഗം അനിൽ അക്കരെ. സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ തൃശൂരിൽ വോട്ട് ചേർക്കാൻ നൽകിയത് വ്യാജ സത്യപ്രസ്താവനയെന്നാണ് അനിൽ അക്കര ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും ഇരട്ട വോട്ട് മാത്രമല്ല, ഇരുവർക്കും 2 തിരിച്ചറിയൽ കാർഡുകളും ഉണ്ടെന്നാണ് അനിൽ അക്കര ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ തൃശൂർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ചയാൾ പിടിയിൽ. ചേറൂർ സ്വദേശിയായ CPM പ്രവർത്തകൻ വിപിൻ വിൽസനാണ് അറസ്റ്റിലായത്. ഇയാളെ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം നൽകി വിട്ടയച്ചു. അതേസമയം തൃശൂരിൽ ഇന്നലെ നടന്ന CPM BJP സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരുകൂട്ടർക്കുമെതിരെ കേസെടുത്തു. 50ഓളം പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. കല്ലേറിൽ 5 BJP പ്രവർത്തകർക്കും 3 CPM പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു. വോട്ട് കൂട്ടാൻ മണ്ഡലത്തിന്റെ പുറത്തുള്ള ബന്ധുക്കളെ BJP നേതാക്കൾ പലരും തൃശൂരിലെ പട്ടികയിൽ ചേർത്തതായി റിപ്പോർട്ടുകൾ. മണ്ഡലത്തിന്റെ പുറത്തുനിന്നുള്ള ബന്ധുക്കളെയും തൃശൂരിലെ പട്ടികയിൽ ചേർത്തു എന്നാണ് വിവരം. മണ്ഡലത്തിന് പുറത്തുള്ള വോട്ടർമാരെ സ്വന്തം വീടിന്റെ മേൽവിലാസത്തിലാണ് BJP കൗൺസിലർ വോട്ടർ പട്ടികയിൽ ചേർത്തത്.
മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളിൽ ഒരാളായ സിസ്റ്റർ പ്രീതി മേരിയുടെ അങ്കമാലിയിലെ വീട് സന്ദർശിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കുടുംബവുമായി ഏറെ നേരം സംസാരിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത്. സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിൽ തൃപ്തരാണെന്നും കേസിന്റെ എഫ്ഐആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണെന്നാണ് മന്ത്രി മറുപടി നൽകിയതെന്നും കുടുംബം വ്യക്തമാക്കി. സുന്ദരിപ്പൂവേ പൂത്തുമ്പികളെ Pulimutil Silks presents Unskippable Onam Collections. Starts at just ₹299. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് മോഷണം ജനങ്ങളെ ആകെ ഞെട്ടിച്ചിരിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. ഭരിക്കുന്ന പാർട്ടിയായ ബിജെപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചിരിക്കുന്നു എന്നും നരേന്ദ്രമോദിയും അമിത് ഷായും ഭരിക്കുമ്പോൾ നിഷ്പക്ഷമായി ഒരു തെരഞ്ഞെടുപ്പ് നടക്കില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടന്ന ക്രമക്കേടുകൾ തെളിവുകൾ സഹിതം ഞങ്ങൾ അന്ന് പറഞ്ഞുവെന്നും പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കേട്ടില്ല എന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സപ്ലൈകോയുടെ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഓഗസ്റ്റ് 25 വൈകിട്ട് 4 മണിക്ക് പുത്തരിക്കണ്ടം EK നായനാർ പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഇതിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. കേരഫെഡ് വെളിച്ചെണ്ണയുടെ MRP 529 രൂപയാണെങ്കിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ 457 രൂപയ്ക്ക് ലഭ്യമാക്കാൻ തീരുമാനിച്ചു. ആദ്യം ഒരു കാർഡിന് 1 ലിറ്റർ എന്ന പരിധി നിശ്ചയിച്ചിരുന്നെങ്കിലും അത് നീക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗവൺമെന്റ് അഭിഭാഷകർക്ക് ശമ്പള വർധനവ്. മുൻകാല പ്രാബല്യത്തോടെയാണ് ശമ്പള വർധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ, അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, പ്ലീഡർ ടു ഡു ഗവൺമെന്റ് വർക്ക് എന്നിവരുടെ പ്രതിമാസ വേതനമാണ് വർദ്ധിപ്പിക്കുന്നത്. മുൻ മന്ത്രിയും CPM നേതാവുമായ G. സുധാകരനെതിരെ സമൂഹമാധ്യമത്തിൽ അശ്ലീല പരാമർശം നടത്തിയ CPM ലോക്കൽ കമ്മിറ്റി അംഗത്തെ അറസ്റ്റ് ചെയ്തു. G. സുധാകരൻ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ CPM അമ്പലപ്പുഴ കിഴക്ക് ലോക്കൽ കമ്മിറ്റി അംഗം U. മിഥുനെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു. അറസ്റ്റ് ചെയ്ത ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. മിഥുന്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മലയാള സിനിമയിലെ നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ സാന്ദ്ര തോമസ് സമർപ്പിച്ച ഹർജി എറണാകുളം സബ് കോടതി തള്ളി. സംഘടനയുടെ പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് സാന്ദ്ര തോമസ് സമർപ്പിച്ച പത്രികകൾ അയോഗ്യത കൽപ്പിച്ച് വരണാധികാരി തള്ളിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത്. തൊണ്ടർനാട് തൊഴിലുറപ്പ് തട്ടിപ്പിൽ പ്രത്യേക അന്വേഷണത്തിന് കളക്ടറുടെ നിർദ്ദേശം. ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തും. നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനും തീരുമാനമായിട്ടുണ്ട്. തൊണ്ടർനാട് പഞ്ചായത്തിൽ 2 വർഷത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള 2.5 കോടിയുടെ തട്ടിപ്പാണ് പുറത്തുവന്നത്. ഇൻഫ്ലുവൻസ, വൈറൽ പനി എന്നിവ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പ്രതിരോധശീലങ്ങൾ നിർബന്ധമായും പാലിക്കണമെന്ന് ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസർ. കുട്ടികൾ, ഗർഭിണികൾ, പ്രായമായവർ, രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ മറ്റു രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ തുടങ്ങിയവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പനി, ചുമ, തൊണ്ടവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടണം. രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ചികിത്സ തേടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. നിർധനരായ രോഗികൾക്ക് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ അത്യാധുനിക റോബോട്ടിക് സർജറി സൗജന്യമായി നൽകുമെന്ന് RCC ഡയറക്ടർ ഡോക്ടർ രേഖ A. നായർ അറിയിച്ചു. സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലെ രോഗികൾക്ക് LIC ഇന്ത്യയുമായി ചേർന്നാണ് സൗജന്യ ശസ്ത്രക്രിയയ്ക്ക് സൗകര്യം നൽകുന്നത്. തൃശൂർ ഡെപ്യൂട്ടി മേയർ ML റോസിയുടെ ഉദ്ഘാടന ശിലാഫലകം തകർത്ത കോർപ്പറേഷൻ നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് കോൺഗ്രസ്. ഇന്നലെ രാത്രിയോടെ കോർപ്പറേഷൻ വണ്ടിയെത്തി ശിലാഫലകം ഇടിച്ച് തകർക്കുകയായിരുന്നു. അരിസ്റ്റോ റോഡിന്റെ ആദ്യ ഉദ്ഘാടനം ഈ മാസം 6-ാം തീയതിയാണ് നടന്നത്. ഡെപ്യൂട്ടി മേയർ ML റോസിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. പിന്നാലെ ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു റോഡിന്റെ 2ാം ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു. കൺഗ്രാജുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം.
KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. വോട്ടർ പട്ടിക ക്രമക്കേടിൽ കള്ളവോട്ടിനെതിരെ വീഡിയോയുമായി രാഹുൽ ഗാന്ധി. നിങ്ങളുടെ വോട്ടും അവകാശങ്ങളും സ്വത്വവും മോഷ്ടിക്കപ്പെട്ടേക്കാമെന്നാണ് രാഹുൽ ഗാന്ധി സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നത്. വോട്ടർമാർ തങ്ങളുടെ വോട്ട് ചെയ്യാനെത്തുമ്പോൾ മറ്റു ചിലർ വോട്ട് ചെയ്ത് മടങ്ങുന്നതാണ് വീഡിയോ ദൃശ്യങ്ങളിലുള്ളത്. പ്രായമായവരുടെയും സ്ത്രീകളുടെയും വോട്ട് പോലും BJP പ്രവർത്തകർ പോൾ ചെയ്യുകയാണെന്നും വോട്ടിംഗ് അട്ടിമറിക്കുകയാണെന്നുമുള്ള സന്ദേശമാണ് വീഡിയോ നൽകുന്നത്. ബീഹാറിൽ വോട്ടറുടെ പ്രായം 124 വയസ്സെന്ന് രേഖപ്പെടുത്തിയതിൽ വിശദീകരണവുമായി ജില്ലാ കളക്ടർ. ബീഹാറിലെ സിവാൻ ജില്ലാ കളക്ടറാണ് വിശദീകരണവുമായി രംഗത്തെത്തിയത്. 35 വയസ്സുകാരിയുടെ വയസ്സ് തെറ്റായി രേഖപ്പെടുത്തിയെന്നാണ് കളക്ടർ പറയുന്നത്. ഇത് വാർത്തയാവും മുമ്പ് പരിഹരിച്ചെന്നും കളക്ടർ പറഞ്ഞു. തന്നെ അനാവശ്യമായി വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചു എന്നാണ് മിൻത ദേവി എന്ന വോട്ടറുടെ പരാതി. അപേക്ഷ ശരിയായി പൂരിപ്പിച്ചു നൽകിയതാണെന്നും മിൻത ദേവി പറഞ്ഞു. ധർമ്മസ്ഥലയിലെ അന്വേഷണം അവസാനിപ്പിക്കാൻ ആലോചന. 13ാം പോയിന്റിലും പുതിയ വിവരങ്ങൾ കിട്ടിയില്ലെങ്കിൽ അന്വേഷണം തുടരുന്നതിൽ അർത്ഥമില്ലെന്ന വിലയിരുത്തലിലാണ് സർക്കാർ. കർണാടകയിൽ കർവാർ MLAയുടെ വീട്ടിൽ ED റെയ്ഡ്. കോൺഗ്രസ് MLA സതീഷ് കൃഷ്ണ സെയിലിന്റെ വീട്ടിലാണ് പരിശോധന. ഇന്ന് രാവിലെ 25-അംഗ ED സംഘമാണ് കർവാറിലെ വീട്ടിൽ റെയ്ഡിനെത്തിയത്. MLA നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ബംഗളൂരുവിലാണ്. ജമ്മു കാശ്മീരിലെ ഉറി സെക്ടറിൽ ഏറ്റുമുട്ടൽ. നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരരും സൈന്യവും തമ്മിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. പ്രദേശത്ത് കനത്ത തെരച്ചിൽ തുടരുകയാണ്. ഇന്ന് പുലർച്ചെയാണ് ഭീകരർ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയത്. അത് സൈന്യം തടയുകയായിരുന്നു. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തു. രാജസ്ഥാനിലെ ജയ്സാൽമീറിലാണ് സംഭവം. ചന്ദൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലെ DRDO ഗസ്റ്റ് ഹൌസ് മാനേജരായിരുന്നു മഹേന്ദ്ര പ്രസാദാണ് അറസ്റ്റിലായത്. ബംഗ്ലാദേശിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഇന്ത്യ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ബ്ലീച്ച് ചെയ്തതും അല്ലാത്തതുമായ ചണം, തുണിത്തരങ്ങൾ, കയറുകൾ, ചണനൂലുകൾ, ചാക്കുകൾ തുടങ്ങിയവ കര അതിർത്തികൾ വഴി രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിജ്ഞാപനം പുറത്തിറക്കി. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം അമേരിക്കയിലേക്ക് പോകും. ഇതിനൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയേക്കും. ഇന്ത്യക്കുമേൽ 50% തീരുവ ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ ഉത്തരവ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യ അമേരിക്കൻ ഭരണകൂടത്തെ ഇതുവരെ സമീപിച്ചിട്ടില്ല. BCCI പ്രസിഡന്റായി റോജർ ബിന്നി 5 വർഷം കൂടി തുടർന്നേക്കും. പുതിയ സ്പോർട്സ് ബിൽ പ്രകാരം സ്പോർട്സ് ഫെഡറേഷനുകളുടെ തലപ്പത്തുള്ളവരുടെ പ്രായപരിധി 75 ആക്കിയതാണ് ബിന്നിക്ക് നേട്ടമായത്. പക്ഷേ സെപ്റ്റംബറിൽ ചേരുന്ന BCCI വാർഷിക യോഗമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.